നമ്മളെ പോർഷൻ ട്രാക്കറിനകത്ത് പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. നിർബന്ധമായിട്ടും നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണിനകത്താണ് ഈ അപ്ഡേഷൻ കൊണ്ടുവരേണ്ടത്. അതിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിലൊന്ന് കയറി പോർഷൻ ട്രാക്കർ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്ഡേറ്റ് എന്ന് കാണുന്ന ഓപ്ഷൻ കാണും. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് പുതിയ അപ്ഡേഷനിലേക്ക് മാറി വരിക എന്നുള്ളതാണ്. അതിനുശേഷം പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായി അറിഞ്ഞിരിക്കുക. നമുക്കറിയാം പോർഷൻ ട്രാക്കറിനകത്ത് ഒരുപാട് ഗുണഭോക്താക്കളുണ്ട്. അതിൽ തന്നെ നിത്യവും ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ഗുണഭോക്താക്കളായിട്ട് 3 to 6 കാറ്റഗറിയിലെ കുട്ടികളാണ്. അതിൽ തന്നെ പ്രീ സ്കൂൾ കുട്ടികളെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നതും ഡെയിലി ഓരോ കാര്യങ്ങൾ രേഖപ്പെടുത്തി വരുന്നതും. അതിൻ്റെ ഭാഗമായിക്കൊണ്ടുള്ള മാറ്റമാണ് പുതിയ അപ്ഡേഷനിൽ വന്നിട്ടുള്ളത്. കൃത്യമായി അറിഞ്ഞിരിക്കുക. നമുക്കറിയാം നമ്മളെ പോർഷൻ ട്രാക്കറിനകത്ത് ഫോട്ടോ സെഷൻ്റെ ഭാഗമായിട്ട് 2-3 കാര്യങ്ങളാണ് കടന്നു വന്നിട്ടുള്ളത്. ഒന്ന് FRSുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫോട്ടോ എടുക്കലും പ്രീ സ്കൂൾ കുട്ടികളുടെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്ന സമയത്തുള്ള ഒരു ഫോട്ടോ സെഷനും അതേപോലെ തന്നെയാണ് കഴിഞ്ഞ അപ്ഡേഷനിൽ വന്നിട്ടുള്ള പുതിയ മാറ്റം എന്ന് പറയുന്നത്. അതായത് കുട്ടികളുടെ പ്രൊഫൈൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യണമെന്നുള്ളതാണ്. അതായത് 3 to 6 കാറ്റഗറിയിലുള്ള മുഴുവൻ കുട്ടികളുടെയും പ്രൊഫൈൽ ഫോട്ടോ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ പോർഷൻ ട്രാക്കറിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അന്നൊന്നും അത് മാൻഡേറ്ററി ആയിരുന്നില്ല, അതായത് നിർബന്ധമായിരുന്നില്ല. എന്നാൽ പുതിയ അപ്ഡേഷന് ശേഷം ഇത്തരത്തിൽ 3 to 6 കുട്ടികളുടെ ഫോട്ടോ എടുക്കൽ നിർബന്ധമാക്കിക്കൊണ്ടുള്ള ഒരു ഭാഗമാണ് വന്നിട്ടുള്ളത്. അതായത് ഇനി മുതൽ പുതിയ രജിസ്ട്രേഷനുകൾ ടീച്ചേഴ്സ് ചെയ്യുന്ന സമയം 3 to 6 കാറ്റഗറിയിലെ കുട്ടി ടീച്ചറുടെ മുന്നിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. അതായത് ഫോട്ടോ സെഷൻ പൂർത്തിയാക്കിയാൽ മാത്രമാണ് ആ രജിസ്ട്രേഷൻ ഫോം കംപ്ലീറ്റ് ആവുകയുള്ളൂ. കൃത്യമായി അറിഞ്ഞിരിക്കുക. നമ്മൾ പോർഷൻ ട്രാക്കറിനകത്ത് ഒരു ഗുണഭോക്താവിനെ രജിസ്റ്റർ ചെയ്യുന്ന സമയം തുടക്കത്തിലെ FRSും KYCയും പൂർത്തിയാക്കണം. അതിനുശേഷമാണ് ഇത്തരത്തിൽ എന്താവുക, പുതിയൊരു രജിസ്ട്രേഷൻ ഫോം നമ്മളെ മുന്നിലേക്ക് വരുന്നത്. ആ രജിസ്ട്രേഷൻ ഫോമിലേക്ക് വരുന്ന സമയം പുതിയ അപ്ഡേഷൻ പ്രകാരം ഇത്തരത്തിലാണ് 3 to 6 കാറ്റഗറിയിലെ കുട്ടിയുടെ ഒരു രജിസ്ട്രേഷൻ ഫോം നമുക്ക് കാണാൻ സാധിക്കുക. അതിൽ അമ്മയുടെയോ അച്ഛൻ്റെയോ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെയോ ആരുടെയാണോ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തി FRSും KYCയും പൂർത്തിയാക്കിയത് അവരുടെ വിവരങ്ങൾ തുടക്കത്തിൽ കാണാൻ സാധിക്കും. അതിനുശേഷം മൊബൈൽ നമ്പർ ആയിരിക്കും ആക്റ്റീവായിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ അവിടെ കൊടുക്കണം. ഒരു മൊബൈൽ നമ്പർ വന്നിട്ടുണ്ടാവും. കാരണം തുടക്കത്തിൽ ആദ്യം തന്നെ ഒരു വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടാണ് KYC FRSും പൂർത്തിയാക്കുന്നത്. അപ്പോൾ അത് വെരിഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ ആ മൊബൈൽ നമ്പർ അവിടെ ഒരു മങ്ങിയ നിറത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനുശേഷമാണ് ഈ അപ്ഡേഷനിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഓപ്ഷൻ അവിടെ വന്നിട്ടുള്ളത്. ചൈൽഡ് ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് കുട്ടിയുടെ ഫോട്ടോ നിർബന്ധമാക്കി കൊണ്ടുവരണം എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഇവിടെ സ്റ്റാർ ബട്ടൺ കാണുന്നത്. ഇത്തരത്തിൽ ചുവന്ന നിറത്തിൽ കാണുന്ന എല്ലാ ഭാഗങ്ങളും ഫില്ല് ചെയ്താൽ മാത്രമാണ് ഈ രജിസ്ട്രേഷൻ ഫോം നമുക്ക് സക്സസ്ഫുള്ളി പൂർത്തിയാക്കാൻ കഴിയുകയുള്ളൂ. ഈ സ്റ്റാർ ഉള്ള കോളം ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ രജിസ്ട്രേഷൻ ഫോം സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ടാവില്ല, അതേപോലെ തന്നെ സബ്മിറ്റ് ആവുകയുമില്ല എന്നുള്ളത് കൃത്യമായി അറിഞ്ഞിരിക്കുക. ഇത്തരത്തിൽ ചൈൽഡ് ഫോട്ടോ എന്ന് കാണുന്ന ഭാഗത്ത് നേരെ ഒരു ക്യാമറയുടെ ഐക്കൺ കാണും. ആ ക്യാമറ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഓരോ കുട്ടികളുടെയും ഫോട്ടോ ലൈവായിട്ട് ക്യാപ്ചർ ചെയ്തെടുക്കാൻ. ഇത് ലൈവ്ലിനെസ് ഡിറ്റക്ഷൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒരു ഫീച്ചറാണ്. അതുകൊണ്ട് തന്നെ 3 to 6 കാറ്റഗറിയിലുള്ള ഒരു കുട്ടിയെ ഇനി ടീച്ചർ രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഫോട്ടോ കുട്ടിയെ ഡയറക്റ്റായി എടുത്തിട്ട് വേണം തൊട്ടടുത്തിട്ടുള്ള കോളം ഫില്ല് ചെയ്ത് സബ്മിറ്റ് കൊടുക്കാം. തൊട്ടടുത്തുള്ള കോളം ഇത്തരത്തിൽ കുട്ടിയുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, ഈ വിവരങ്ങളൊക്കെ കൊടുത്ത് സബ്മിറ്റ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് ഈ കുട്ടിയുടെ രജിസ്ട്രേഷൻ ഫോം സക്സസ്ഫുള്ളി സബ്മിറ്റായി പോർഷൻ ട്രാക്കറിലേക്ക് കടന്നു വരികയുള്ളൂ. ഇതൊരു സാഹചര്യമാണ്. എന്നാൽ ടീച്ചർക്ക് ഡയറക്റ്റായിട്ട് കുട്ടിയുടെ ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പുതിയ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയം നിങ്ങളെ ഗുണഭോക്താവിന് കൃത്യമായി വിവരങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും ആ ഗുണഭോക്താവിന് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ എല്ലാ ഡീറ്റെയിൽസും കുട്ടിയുടെ ഫോട്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്ത് ടീച്ചർക്ക് ഒരു റിക്വസ്റ്റ് ആയിട്ട് ഒരു രജിസ്ട്രേഷൻ ഫോം അയക്കാൻ സാധിക്കും. ഇത്തരത്തിൽ ബെനിഫിഷ്യറി രജിസ്ട്രേഷൻ റിക്വസ്റ്റ് അയച്ചു കഴിഞ്ഞാൽ ടീച്ചർക്ക് ജസ്റ്റ് ആക്സെപ്റ്റ് എന്ന് കാണുന്ന ബട്ടൺ മാത്രം ക്ലിക്ക് ചെയ്ത് ഈ രജിസ്ട്രേഷൻ്റെ എല്ലാ വിവരങ്ങളും ഫോണിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന സാഹചര്യം കൂടെ പോർഷൻ ട്രാക്കറിലുണ്ട്. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ടീച്ചർ മോർ ഓപ്ഷൻ പോയി കഴിഞ്ഞാൽ ഇത്തരത്തിൽ ബെനിഫിഷ്യറി രജിസ്ട്രേഷൻ റിക്വസ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗുണഭോക്താവ് അവിടെ നിന്ന് ഒരു റിക്വസ്റ്റ് എല്ലാ ഡീറ്റെയിൽസും ഫില്ല് ചെയ്ത് കുട്ടിയുടെ ഫോട്ടോ എടുത്ത് അയച്ചു കഴിഞ്ഞാൽ ടീച്ചറുടെ അക്സെപ്റ്റ് എന്ന് കാണുന്ന ബട്ടൺ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ കുട്ടിയെ കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് AWC മൈഗ്രേഷൻ വഴി നിലവിൽ ഏതോ സെൻറ്ററിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കുട്ടിയെ ഇങ്ങോട്ട് സ്വീകരിക്കുന്ന സമയം മുൻകാലങ്ങളിൽ, അതായത് ഈ അപ്ഡേഷന് മുന്നേ തന്നെ രജിസ്റ്റർ ചെയ്ത കുട്ടിയാണെങ്കിൽ ടീച്ചറെ ഫോണിനകത്തേക്ക് വരുന്ന സമയം ചിലപ്പോൾ ഫോട്ടോ എടുത്തിട്ടുണ്ടാവില്ല. ആ സമയത്ത് ആ പ്രൊഫൈൽ എഡിറ്റ് ചെയ്ത് ടീച്ചർക്ക് ഫോട്ടോ ക്യാപ്ചർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഫോട്ടോ എടുത്തിട്ടുള്ള കുട്ടിയാണെങ്കിൽ വീണ്ടും ടീച്ചർക്ക് ഫോട്ടോ എടുക്കേണ്ടതായിട്ട് വരില്ല എന്നുള്ള സാഹചര്യം മനസ്സിലാക്കിയെടുക്കുക. അപ്പോൾ നിലവിൽ ഈ അപ്ഡേഷനിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് ഇനി ടീച്ചർ ഒരു കുട്ടിയെ 3 to 6 കുട്ടിയെ രജിസ്റ്റർ ചെയ്യുന്ന സമയം ആ കുട്ടി ടീച്ചറുടെ അരികിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. കാരണം ആ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് പൂർത്തിയാക്കണം എന്നുണ്ടെങ്കിൽ കുട്ടിയുടെ ഫോട്ടോ കൂടെ ലൈവായിട്ട് അപ്ഡേറ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും രജിസ്ട്രേഷൻ ഫോം ഫില്ല് ചെയ്യുന്ന സമയം ആ കുട്ടിയുടെ ആധാർ രേഖ കയ്യിലുണ്ടാവണം. ഒപ്പം തന്നെ ആ കുട്ടിയുടെ ഫോട്ടോ കൂടി എടുക്കണം എന്നുള്ളതാണ് പുതിയ നിർദ്ദേശം. കൃത്യമായി അറിഞ്ഞുകൊണ്ടുള്ള രജിസ്ട്രേഷൻ സക്സസ്ഫുള്ളി പൂർത്തിയാക്കുക. താങ്ക്